ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ അരുൺ ഗോപി സംവിധാനം ചെയ്ത ദിലീപ് ചിത്രം ബാന്ദ്ര വെള്ളിയാഴ്ചയാണ് തിയേറ്ററുകളിലെത്തിയത്. രാമലീലയ്ക്ക് ശേഷം ദിലീപ് അരുൺ ഗോപി കൂട്ടുകെട്ടിലെത്തുമ്പോൾ ചിത്രത്തിന് മികച്ച വിജയമായിരുന്നു പ്രതീക്ഷിച്ചത്. എന്നാൽ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ് ദിലീപ് ചിത്രം ബാന്ദ്ര ആദ്യ ദിനം മുതൽ മോശം പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. ആദ്യ ദിനത്തിൽ 1.15 കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് ചിത്രത്തിന് ലഭിച്ചത്. 30% മാത്രമായിരുന്നു ചിത്രത്തിന് ആദ്യ ദിന ഒക്യുപ്പൻസി. രണ്ടാം ദിനമായ ശനിയാഴ്ചയിലേക്ക് എത്തിയപ്പോൾ ചിത്രത്തിന് 1 കോടി പോലും കളക്ട് ചെയ്യാൻ സാധിച്ചില്ല. കേരളത്തിൽ നിന്ന് 60 ലക്ഷം മാത്രമാണ് രണ്ടാം ദിനം ബാന്ദ്ര നേടിയത്. ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമാകുമെന്ന സൂചനകളാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഉദയകൃഷ്ണയുടെ തിരക്കഥയാണ് ബാന്ദ്രയ്ക്ക് വലിയ തിരിച്ചടിയായതെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഉദയകൃഷ്ണയുടെ പല സിനിമകളിലും കണ്ടുമടുത്ത കാഴ്ചകൾ ബാന്ദ്രയിലുമുണ്ട്. ഇവയൊന്നും പ്രേക്ഷകരുമായി കണക്ട് ചെയ്യുന്നില്ല. ആദ്യ ഭാഗങ്ങളിൽ കേരളത്തിലാണ് കഥ നടക്കുന്നത്. തുടക്കത്തിൽ ചില നർമ്മങ്ങൾ പ്രേക്ഷകരെ രസിപ്പിക്കുന്നുണ്ട്. ദിലീപും ഈ ഭാഗങ്ങളിൽ തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു. പിന്നീട് അധോലോക കഥ പറച്ചിൽ സിനിമയെ പൂർണ്ണമായി പിന്നോട്ടടുപ്പിക്കുന്നു. തമന്നയുടെ കഥാപാത്രവും മികവ് പുലർത്തി. ചില സംഘടന രംഗങ്ങൾ മികച്ചു നിന്നു. എന്നാൽ കഥയ്ക്ക് കൃത്യമായ അടിത്തറയില്ലാത്തത് പ്രേക്ഷകരെ മുഷിപ്പിക്കുന്നു. എന്തായാലും ദീപാവലി റിലീസായി എത്തിയ ബാന്ദ്ര തികച്ചും നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.